നമസ്കാരം. ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്നുവെന്ന് കരുതുന്ന നടൻ സിദ്ദിഖിന്റെ മകന്റെ കൂട്ടുകാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തുവെന്ന് വിവരങ്ങൾ. സിദ്ദിഖിന്റെ മകൻ ഷഹീന്റെ സുഹൃത്തുക്കളും കൊച്ചി സ്വദേശികളായ നദീർ ബേക്കർ, പോൾ ജോയ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. നടപടിക്രമങ്ങൾ പാലിക്കാതെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിനെതിരെ കുടുംബം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ 4:15-നും 5:15-നും ഇടയിൽ വീടുകളിലെത്തിയാണ് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് എന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. സിദ്ദിഖിനെ കുറിച്ച് വിവരം നൽകിയില്ലെങ്കിൽ സുഹൃത്തിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഭീഷണിപ്പെടുത്തിയതായി സിദ്ദിഖിന്റെ മകൻ ഷഹീൻ പറയുന്നു. സുഹൃത്തുക്കളെ വേഗം വിട്ടയക്കണമെന്നും ഷഹീൻ പറഞ്ഞു. എന്നാൽ തങ്ങൾ ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലെന്നാണ് കൊച്ചി പോലീസ് പറയുന്നത്. സിദ്ദിഖിന്റെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം തിരച്ചിൽ നടത്തി. ഇന്നലെയാണ് കൊച്ചിയിലെ വീട്ടിലെത്തി പരിശോധന നടത്തിയത്. അതേസമയം ബലാത്സംഗ കേസിൽ സുപ്രീം കോടതിയിലെ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കെതിരെയുള്ള നീക്കവും സർക്കാർ ശക്തമാക്കിയിട്ടുണ്ട്. അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടി സംസ്ഥാനത്തിനായി ഹാജരാകും. ഡൽഹിയിലെത്തിയ മെറിൻ IPS-ഉം ഐശ്വര്യ ഭാട്ടിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. അന്വേഷണ വിശദാംശങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കോടതിയിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ ചർച്ചയായി. സംസ്ഥാനത്തിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിഷേ രാജൻ ശങ്കറും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ഇതിനിടെ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതിയിൽ ഒരു തടസ്സ ഹർജി കൂടി എത്തിയിട്ടുണ്ട്. പൊതുപ്രവർത്തകനായ നവാസാണ് ഫയൽ ചെയ്തത്. നവാസിനായി അഭിഭാഷകരായ ശ്രീറാം പറക്കാട്ട്, സതീഷ് മോഹനൻ എന്നിവരാണ് ഹർജി സമർപ്പിച്ചത്. അതേസമയം നാളെ സുപ്രീം കോടതി സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്നാണ് സൂചന. മറിച്ച് കേസ് നീണ്ടുപോയാൽ അത് സിദ്ദിഖിന് തന്നെയാവും തിരിച്ചടിയാവുക. ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയ ദിവസം സിദ്ദിഖ് കൊച്ചിയിൽ ഉണ്ടായിരുന്നു എന്ന വിധത്തിൽ വാർത്തകൾ വന്നിരുന്നു. സിദ്ദിഖിനെ പിടികൂടുന്നതിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറത്തിറക്കിയതിന് പിന്നാലെയാണ് പ്രതി കൊച്ചിയിൽ തന്നെയുണ്ടെന്നുള്ള വാർത്ത പുറത്തു വന്നത്. അതേസമയം സിദ്ദിഖിനെ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. സിദ്ദിഖ് പോകാൻ സാധ്യതയുള്ള എല്ലാ വീടുകളിലും പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടന്നെങ്കിലും ഒരു തുമ്പും ലഭിച്ചിരുന്നില്ല. അതിജീവിത കള്ളസാക്ഷിയെയാണ് കൊണ്ടുവന്നതെന്ന് സിദ്ദിഖ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. താരസംഘടനയായ അമ്മയും WCCയും തമ്മിലുള്ള പോരാണ് തനിക്കെതിരായ ബലാത്സംഗ കേസിന് പിന്നിലെന്ന് നടൻ സിദ്ദിഖ് ആരോപിച്ചിരുന്നു. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗിയുടെ ജൂനിയറായ രഞ്ജിത റോത്തഗിയാണ് സിദ്ദിഖിന് വേണ്ടി ജാമ്യാപേക്ഷ ഫയൽ ചെയ്തത്. അതിജീവിതയ്ക്കെതിരെയും സിദ്ദിഖ് ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പരാതി നൽകാനും കേസെടുക്കാനും കാലതാമസമുണ്ടായി. പരസ്പര വിരുദ്ധമായ ആരോപണങ്ങളാണ് പരാതിക്കാരി ഉന്നയിക്കുന്നതെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കണമെന്നും സിദ്ദിഖിന്റെ അഭിഭാഷക രഞ്ജിത സുപ്രീം കോടതി രജിസ്ട്രാർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. നന്ദി.